നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദൈവസഭയുടെ അടിസ്ഥാനം പത്രോസ് അല്ല, ദൈവസഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണെന്നാണ് നമ്മൾ പഠിക്കാനിടയായിട്ട്. പത്രോസേ നീ പാറയാകുന്നു എന്നൊരു വാക്യമില്ല എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനിടയായി. ദൈവമാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് പാറ എന്ന് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് നൽകി. ഇന്ന് ഒരിക്കൽ കൂടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെ വായിക്കാം. മാത്യൂസ് chapter 16 verses from 16 to 18. ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോണ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ. പീറ്റർ, പെട്രോസ് അല്ലെങ്കിൽ പാറക്കഷ്ണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ യേശു ശീമോനോട് പറയുകയാണ്. അതോടെ ആ വാക്യം കൊണ്ടൊന്ന് വായിക്കാം, എന്നാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. 1:42, യോഹന്നാൻ 1:42. അവനെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു. നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ആമേൻ. ശീമോൻ അന്ത്രയോസിനാൽ യേശുവിന്റെ അടുക്കൽ വന്നു ചേർന്നു. യേശു അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ്, യു വിൽ ബി കോൾഡ് കേഫാസ്. കേഫ എന്ന് വിളിക്കപ്പെടും. കേഫ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പാറക്കഷ്ണം, പത്രോസ്, എ പീസ് ഓഫ് റോക്ക്. അത് മനസ്സിലാക്കിയ പത്രോസ്ലീഹ താൻ ലേഖനം എഴുതുമ്പോൾ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പത്രോസ് പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസനെ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ നോക്കണം, മനുഷ്യർ തള്ളിയതെങ്കിലും ശ്രേഷ്ഠവും ജീവനുള്ള കല്ലായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ഒരു വലിയ കല്ലിനോട് പത്രോസ് ഉപമിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം, ജീവനുള്ള കല്ലായ എന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അന്നേരം കർത്താവ് ദ ലിവിങ് സ്റ്റോൺ. നമ്മളെ സംബന്ധിച്ച് വി ആർ ദ ലിവിങ് സ്റ്റോൺസ്. ജീവനുള്ള കല്ലുകളാണ് ദൈവമക്കൾ. എല്ലാവരും ജീവനുള്ള കല്ലുകളാണ്. ജീവനുള്ള കല്ലുകളായ നമ്മൾ മനുഷ്യർ തള്ളിയതായ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ആത്മീയഗ്രഹമായി പണിയപ്പെടുക. മനസ്സിലായോ? ഓരോ വിശ്വാസിയും എ പീസ് ഓഫ് റോക്ക്. പ്രത്യേകത, കല്ലുകൾക്ക് ജീവനില്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്? ജീവനുണ്ട്. വി ആർ മൂവിങ്. നമുക്ക് ചലനമുണ്ട്. മനസ്സിലായോ? നേരം മൂലക്കല്ല് കർത്താവാണ്. വിലയേറിയ കല്ലുകൾ കർത്താവാണ്. മൂലക്കല്ലും തെരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ ജീവനുള്ള കല്ലാണ്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ട് 1 പത്രോസ് 2:6 വായിച്ചേ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. പത്രോസിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ലെന്നല്ല പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ചീഫ് കോർണർ സ്റ്റോൺ, എലക്ട് ആൻഡ് പ്രഷ്യസ്. മനസ്സിലായോ? വിലയേറിയതും തെരഞ്ഞെടുക്കപ്പെട്ടതും പ്രധാന മൂലക്കല്ലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. മനസ്സിലായോ? യേശു ക്രിസ്തു തന്നെയാണ് മൂലക്കല്ല്. അത് പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫീസർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ല്. ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ബീയിങ് ദ കോർണർ സ്റ്റോൺ. പത്രോസ് അല്ല. ഇനിയും പത്രോസിലല്ല സഭ വളരുന്നത്. കർത്താവിന്റെ വിശുദ്ധ മന്ദിരമായി വളരുന്നത് എവിടാണ്? അതിന് 21-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചു. എഫീസർ 2:21. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൻ വിശുദ്ധ മന്ദിരമായി വളരുന്നു. മനസ്സിലായി? അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് ആരില്ലേ? യേശു ക്രിസ്തുവിൽ. എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പത്രോസിലല്ല, പത്രോസിന്മേലല്ല സഭ പണിയപ്പെട്ടിരിക്കുന്നത്. പത്രോസിന് സഭയുമായിട്ട് ആ തരത്തിൽ ബന്ധമൊന്നുമില്ല. നമുക്കുള്ളതുപോലുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരങ്ങളിൽ ഒരു ഭാഗം പത്രോസിനുമുണ്ട്. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർക്കും അധികാരം ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഓക്കെ. അടുത്തതായിട്ട് പത്രോസിന് ഇതര ശിഷ്യന്മാരെക്കാൾ ഉന്നതമായ സ്ഥാനം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വലിയ സ്ഥാനമൊന്നും പത്രോസിന് മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അതിന് അവരെടുക്കുന്ന വാക്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വായിപ്പിച്ച ഒരു മത്തായിയുടെ സുവിശേഷം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ആദ്യം പത്രോസിനോട് യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം നോക്കിക്കേ. ആ അധികാരം എന്ത് പത്രോസിന് അധികാരം കൊടുത്തോ ആ അധികാരം എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കർത്താവ്. വായിക്കാം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും പറയുന്നത് സിംഗുലർ അല്ല, നിങ്ങൾ അല്ലേ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് എല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. എല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. അടുത്തത്, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്നത് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അന്നേരം പത്രോസിന് കൊടുത്ത അതേ അധികാരം ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്കും ഞാൻ അധികാരം തരികയാണ്. നിനക്ക് തരുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് തരുന്നു, അല്ലേ? അന്നേരം പത്രോസിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെടും. മറ്റു ശിഷ്യന്മാരോട് യേശു അത് തന്നെയാ പറഞ്ഞത്. അന്നേരം എന്തുവാ? എല്ലാവർക്കും അത് തന്നെ. ആദ്യം പത്രോസിന് താക്കോല് കൊടുക്കുന്നു, പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. മനസ്സിലായി?
ഇത്രയുള്ളതിനകത്ത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 20:23 വായിച്ചേ. യോഹന്നാൻ 20:23. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇതാണ് സമുദായ സഭകൾ കുംഭസാരത്തിനായിട്ട് എടുക്കുന്ന താക്കോൽ വാക്യം. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നോ അവരുടെ പാപങ്ങൾ നിർത്തും. അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ ഒരിക്കൽ ഇപ്പൊ ജോസഫ് ചാക്കോ സുജിനോ എന്ന് കഴിയുമ്പോ സുജിന്റെ പാപമെല്ലാം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കപ്പെടും. ഭൂമിയിൽ ഒരു മനുഷ്യനും ആരുടെയും പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമില്ല. അതാദ്യം പഠിക്കണം. ഒരു മനുഷ്യനും ആരുടെയും പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റുകയില്ല. ക്ഷമിക്കാൻ പറ്റും. ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ആരെങ്കിലും എന്നോട് വ്യക്തിപരമായിട്ടൊരു ദോഷം ചെയ്താൽ പിന്നത്തേതിൽ നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് കൺഫ്യൂസ് ചെയ്തിട്ട് എന്നോട് പറയാം, പാസ്റ്റർ ഞാനത് എൻ്റെ അന്ന് ആ ഒരു ദൗർബല്യത്തിൽ അല്ലെ ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, അല്ലെ അങ്ങനെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് ക്ഷമിക്കാൻ കഴിയും. അത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വിഷയമാണ്. അതേസമയം വേറെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാ കേട്ടോ, സുജിനോ നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് വന്ന് സമയഭാഷ ഞാൻ ഇന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ റൈറ്റ് ഇല്ല. മനസ്സിലായോ? ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആരുടെ പാപം നിർത്തുന്നു അവിടെ പാപം നിർത്തപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പാപങ്ങൾ മോചിപ്പാൻ അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ സുവിശേഷം ജനത്തോട് പറയണം. സുവിശേഷ മുഖാന്തരമായി ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണം. അങ്ങനെ ദൈവവചനം കേട്ട് യേശുക്രിസ്തുവാണ് അവിടെ പാപങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ടത്, അല്ലെ? 1 യോഹന്നാൻ അങ്ങനെ എഴുതിയിരിക്കുന്നേ. 1 യോഹന്നാൻ 1:7-8-9 വാക്യങ്ങൾ വായിച്ചേ. 1 യോഹന്നാൻ 1:7-8-9 വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വേറെ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഒരു അച്ഛനോ ഒരു പാസ്റ്റർക്കോ ഒരു ചർച്ച് ലീഡർക്കോ ഒരു മനുഷ്യന്റെയും പാപം ക്ഷമിക്കാൻ കഴിയത്തില്ല. അത് കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:29 യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റ് അവരവർക്ക് തന്നെ എന്ത് ചെയ്യാം? വ്യക്തിപരമായിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ ക്ഷമിക്കാം. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യം നമ്മൾ വന്ന് കുമ്പസാരിച്ചാലോ ആ പാപം പറഞ്ഞാലോ ഒക്കത്തില്ല. എൻ്റെ അപ്പൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണേ എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അവർക്ക് ക്ഷമിക്കാൻ ഒക്കത്തില്ല. ഒരു ചർച്ച് ലീഡർക്ക് ഒരു മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ പറ്റിയല്ല.
അങ്ങനെ ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം ഞാൻ ഈ വാക്യങ്ങൾ തരുന്നത് അത് മനസ്സിലാക്കി എഴുതി വെക്കാനും പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ന്റെ 43-44 ഒന്ന് വായിച്ചേ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം. ഇവിടെ പ്രസംഗിക്കുന്നത് ക്രൈസ്തവ ലോകം പറയുന്ന എല്ലാരും അല്ല. പോപ്പ് എന്നുള്ള ആശയത്തോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എങ്കിലും ക്രൈസ്തവ ലോകം പോപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്രോസിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടെ. അവനിൽ, അതായത് ക്രിസ്തുവിൽ എന്തുണ്ട്? പാപമോചനമുണ്ട്. പാസ്റ്റർമാരിൽ കൂടെ പാപമോചനം ഉണ്ടെന്നോ, അച്ഛന്മാരിൽ കൂടെ പാപമോചനം ഉണ്ടെന്നോ, യേശുവിന്റെ ശിഷ്യന്മാരിൽ കൂടെ പാപമോചനം ഉണ്ടെന്നാണോ പ്രസംഗിച്ചത്? ആ വാക്യം ഒന്നിട്ടൊന്ന് വായിച്ച് എല്ലാവരും കേട്ടെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആമേൻ. അന്നേരം യേശു ക്രിസ്തുവിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ കഴിയത്തുള്ളൂ, വേറെ ആർക്കുമില്ല. മനസ്സിലായോ? ഞാന് പല തെറ്റുകൾ ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ മുമ്പാകെ വന്നിട്ട് ഞാൻ മോഷ്ടിച്ചു, ഞാൻ അല്ലെങ്കിൽ പിന്നെ ആ പാപം ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു, പിന്നെ ഇന്ന കാര്യമൊക്കെ ചെയ്തു, വഞ്ചിച്ചു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയാൻ അധികാരമുള്ള ആർക്കുണ്ട്? അതൊരു തെറ്റായ പഠിപ്പിക്കലാണ്. മനസ്സിലായോ? നമ്മുടെ പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ നിരപ്പായിക്കും. വാക്കിൽ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ട് പറയണം. കത്തിൽ കൂടെ നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തിൽ കൂടെ മറുപടി കൊടുക്കണം. നേരിട്ടാണ് നേരിട്ട് കൊടുക്കണം. അത് നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയം, അത് പരിഹരിക്കാം. അല്ലാതെ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം ഒരു വ്യക്തിക്ക് പരിഹരിക്കാൻ അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല. അത് ദൈവമായിട്ട് ആ വ്യക്തിയുമായിട്ട് തീർക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? ഇനി അങ്ങനെ ക്ഷമിക്കുന്നു എന്നിരിക്കട്ടെ. ഇപ്പൊ വി പി ജോൺ പാസ് ചെയ്ത തെറ്റ് പിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കും, എന്നോടല്ല വേറൊരാൾ ചെയ്ത തെറ്റ്. വി പി ജോൺ പാസ് ഇപ്പോൾ ജോസഫ് ചാക്കോയോട് ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാനുള്ള ടെൻഡൻസി പുള്ളിക്കുണ്ടാവും. എന്ത് തെറ്റ് ചെയ്താലും എന്ത് ചെയ്യും? ക്ഷമിച്ചു തരാൻ ഒരു പുരോഹിതനുണ്ടെങ്കിൽ തെറ്റ് ആവർത്തിക്കത്തില്ലേ? നിങ്ങൾ മിണ്ടായിരിക്കുന്ന തന്നെ ശരിയല്ലേ? അതെ. അങ്ങനെ ഒരു അധികാരം ബൈബിളിൽ ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. കർത്താവ് കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ഒക്കെ ഉള്ള വ്യാഖ്യാനം മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒറ്റ വാക്യം വെച്ചൊക്കത്തില്ല, മറ്റു വാക്യങ്ങളോട് എടുക്കണം. ഓക്കെ. ഇനിയും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. പത്രോസിനും ശിഷ്യന്മാർക്കും ഒക്കെ ഈ അധികാരം കൊടുത്തു. ഈ താക്കോൽ എന്തിനെ കാണിക്കുന്നു? നമുക്ക് അതിനെക്കുറിച്ച് അല്പം പഠിക്കാം. Keys indicate control, power and authority. താക്കോല് സൂചിപ്പിക്കുന്നത് നിയന്ത്രണത്തെയും ശക്തിയെയും അധികാരത്തെയുമാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ കൺട്രോൾ ചെയ്യാൻ, ചിലതൊക്കെ ചെയ്യാനുള്ളതായ അധികാരം, ചിലതൊക്കെ ചെയ്യാനുള്ള ശക്തി. ഈ വയ്യവേളയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില നിയന്ത്രണങ്ങൾക്കായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യണം. ദൈവം തന്ന അധികാരത്തിനായി സ്തോത്രം ചെയ്യണം. ദൈവം തന്ന ശക്തിക്കായി സ്തോത്രം ചെയ്യണം. പത്രോസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആത്മീയ വരങ്ങളല്ല ദൈവം കൊടുത്തത്. നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പഠിക്കുന്ന ഓരോരുത്തർക്കും
ഈ താക്കോൽ കൂട്ടം ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ചെറിയ കാര്യമല്ല. ആമേൻ. യെശയ്യാപ്രവചനം 22-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആദ്യം ഒന്ന് വായിക്കാട്ടോ വാക്യം. യെശയ്യാ 22-ന്റെ ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. നോക്കണം, കർത്താവിന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. അവൻ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം തുറന്ന വാതിൽ വേറെ പലരും അടച്ചു കളയാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നില്ലല്ലോ. നടന്നു? ദൈവം നമുക്കായി തുറന്ന വാതിൽ, ദൈവം നമുക്കായി ചെയ്ത കാര്യങ്ങൾ, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ശക്തികൾ എഴുന്നേറ്റു, ഇതുവരെ നടന്നില്ലല്ലോ. നടക്കാത്തതിന്റെ കാരണം അത് തുറന്നത് ദൈവമായോണ്ടാണ്. മനസ്സിലായോ? ദൈവം തുറന്നാൽ അതാരും അടയ്ക്കത്തില്ല. ദൈവം ഒരു വഴി അടച്ചാൽ അത് തുറക്കാൻ ആർക്കും കഴിയത്തില്ല. മനസ്സിലായോ? ശത്രുവിന്റെ ഉറവകൾ അടയ്ക്കുന്നവനാ ദൈവം. ശത്രുവിന്റെ ആരവങ്ങളെ നിർത്തുന്നവനാ നമ്മുടെ ദൈവം. ശത്രുവിന്റെ വഴി അടച്ചു കളയുന്നവനാ ദൈവം. വിശുദ്ധന്മാർക്ക് വഴി തുറക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, വെളിപ്പാട് ദിവസം 1-ാം അധ്യായം നോക്കിക്കേ, അതിന്റെ 18-ാമത്തെ വാക്യവും 3-ാം അധ്യായം 7-ാം വാക്യവും നോക്കിക്കേ. വെളിപ്പാട് ദിവസം 1-ന്റെ 18, 3-ന്റെ 7. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആമേൻ. ചിലർ ധരിച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള താക്കോൽ പത്രോസിന്റെ ഇരിക്കുക, പത്രോസിന് ഇഷ്ടമുള്ളവരെയാ കൊണ്ടുപോകുന്നതെന്നാ. തെറ്റിദ്ധരിക്കപ്പെടല്ലേ. ഒരൊറ്റ ശിഷ്യന്റെ കയ്യിലും നിത്യതയുടെ താക്കോൽ ദൈവം കൊടുത്തിട്ടില്ല. ആ താക്കോൽ എന്റെ കർത്താവിന്റെ കൈവശം മാത്രമാണ്. മരണത്തിന്മേലും പാതാളത്തിന്മേലും താക്കോൽ കർത്താവിന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഇപ്പൊ മനുഷ്യന്റെ കയ്യിൽ വല്ലതും ഈ താക്കോലാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. നമ്മുടെയൊക്കെ ഗതി അധോഗതി ആയനായിരുന്നു. ഇന്നലെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ താക്കോൽ കർത്താവ് പിടിച്ചിരിക്കുന്നവർക്കൊന്ന് സ്വതന്ത്രം ചെയ്തേ. ആമേൻ. വെളിപ്പാട് വർഷം 3-ന്റെ 7 ഒന്ന് വായിച്ചേ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ആമേൻ. ഈ താക്കോല് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലുള്ളൊരു താക്കോലാണ്. സഭയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്രോസിനും ശിഷ്യന്മാർക്കും നൽകപ്പെട്ടതായിരിക്കുന്ന ഈ താക്കോലുകൾ തുടർന്നും ഇവിടെ വായിക്കുമ്പോൾ ഏത് സഭയ്ക്കാ കൊടുത്തത്? ഫിലാഡൽഫിയ സഭയ്ക്കാണോ? അല്ലേ? ഫിലദൽഫിയ സഭയ്ക്കല്ലേ കൊടുത്തേ? ആന്നു. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിൽ ഒരു ആലോചന പറയട്ടെ. നിങ്ങളുടെ ശക്തിയും കഴിവും പരിജ്ഞാനവും അറിവും ഒന്നും നോക്കിയല്ല ദൈവം നിങ്ങൾക്ക് വഴികൾ തുറക്കുന്നത്. അല്പശക്തിയുള്ളെങ്കിലും ദൈവവചനത്തെ മുറുകെ പിടിച്ചു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വഴി ദൈവം തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന്റെ പ്രസംഗത്താൽ ദൈവസഭയുടെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു.
പത്രോസിന്റെ പ്രസംഗം യേശുവിനെ കുറിച്ചുള്ളതായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നാൽ ആ വഴിയാകുന്ന വാതിലാകുന്ന ക്രിസ്തുവിനെ പത്രോസ് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആ പ്രാരംഭ പ്രസംഗത്താൽ ദൈവസഭയുടെ വാതിൽ തുറക്കപ്പെട്ടു. ആമേൻ. ഈ താക്കോൽ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ആരെയെല്ലാം പത്രോസും അപ്പോസ്തലന്മാരും ദൈവസഭയെ കൊണ്ടുവന്ന് അറിയാവോ? ഈ സുവിശേഷീകരണത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ആദ്യം യഹൂദന്മാരെ ദൈവസഭയിൽ കൊണ്ടുവന്നു, ഇല്ലേ? രണ്ടാമത് യഹൂദ മതാനുസാരികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നു. നമുക്കറിയാലോ, പെന്തക്കോസ്ത് ദിനത്തിൽ ഏതാണ്ട് 16-ലധികം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ യെരുശലേമിൽ വന്നായിരുന്നു. എല്ലാവരും യഹൂദന്മാരൊന്നുമല്ല, യഹൂദ മതത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പെന്തക്കോസ്ത് ദിനത്തിൽ യേശുവിനെ അറിഞ്ഞു. 1 യഹൂദന്മാർ ദൈവസഭയിൽ പ്രവേശിച്ചു. 2 യഹൂദ മതാനുസാരികൾ യേശുവിനെ അറിഞ്ഞു. 3 നമുക്കറിയാം, 7-8 അധ്യായങ്ങളിലേക്ക്, പ്രവർത്തന പുസ്തകം 7-8 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ ശമര്യര് യേശുവിനെ അറിഞ്ഞു, അല്ലെ? ശമര്യര് യഹൂദന്മാരുമായിട്ട് സമ്പർക്കമില്ലാത്ത സങ്കരവർഗമാകുന്ന സമരിറ്റൻസ് യേശുവിനെ അറിയാൻ അപ്പോസ്തലന്മാർ അവിടെ ചെന്നു, ശമര്യ പട്ടണത്തിൽ ശുശ്രൂഷിച്ചു, അല്ലേ? സുവിശേഷത്തിന്റെ താക്കോലിന്റെ പ്രത്യേകത നോക്കിക്കേ. ഫിലിപ്പോസ് അവിടെ വന്ന് ഭയങ്കര പ്രസംഗം നടത്തി. സ്തെഫാനോസിന്റെ മരണശേഷം ഫിലിപ്പോസ് ദേശമേൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസ് അവിടെ പോയി പ്രസംഗിച്ചു. ധാരാളം ആളുകൾ രക്ഷിക്കപ്പെട്ടു. ഇത് സത്യമാണോ എന്നറിയാൻ പത്രോസും യോഹന്നാനും ഒക്കെ അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി. തീർന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജാതികനായിരിക്കുന്ന കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് യേശുവിനെ ഉയർത്തി. കൊർന്നല്യോസും കുടുംബവും സ്നാനപ്പെട്ടു. ജാതികൾ യേശുവിന്റെ സഭയിലേക്ക് വരികയാണ്. ദൈവസഭയിലേക്ക് ജാതികൾ വരുന്നു, അല്ലെ? യഹൂദന്മാർ ദൈവസഭയ്ക്കകത്ത് വന്നു, യഹൂദ മതാനുസാരികൾ വന്നു, ശമര്യര് വന്നു, ജാതികൾ വന്നു. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 1-8 കാണാതെ അറിയാവുന്ന വാക്യമാണ്. എല്ലാവരും കാണാൻ പഠിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാക്കുകയും. പത്രോസിന്റെ ശുശ്രൂഷ നമുക്കറിയാം. പ്രവർത്തന പുസ്തകം 12-ാം അധ്യായത്തോടെ തീരുകയാണ്. അവിടെ വരെയുള്ള അടുത്ത 13-ാം അധ്യായം ശൗല് അല്ലെങ്കിൽ പൗലോസ് ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. റോം വരെ പോയി സുവിശേഷം പറഞ്ഞ മനുഷ്യനാണ് പൗലോസ്. ഭൂമിയുടെ അറ്റത്തോളം ചെന്നു. മനസ്സിലായോ? ലോകത്തിലുള്ള എല്ലാ ജാതികളും യേശുവിനെ അറിഞ്ഞ് ദൈവസഭയ്ക്കകത്ത് വന്നു. എന്താ പറഞ്ഞേ? അന്നേരം എല്ലാ നാനാജാതി മതസ്ഥർക്കും യേശുക്രിസ്തുവിന്റെ സഭയിലേക്ക് സുവിശേഷത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് പ്രവേശിപ്പാനുള്ള വഴി പത്രോസ് തുറന്നു കൊടുക്കുകയല്ലേ? നമ്മളും അത് തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മളും അത് തന്നെ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ നാം പഠിക്കാൻ പോവുകയാണ്.
പരിശുദ്ധാത്മാവും ദൈവസഭയും. നമ്മൾ സഭാശാസ്ത്രമാണ് പഠിക്കുന്നത്, മറക്കല്ലേ. ചർച്ച് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, സഭയും പരിശുദ്ധാത്മാവും. പാസ്റ്റർ, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഈ പത്രോസ് ശിഷ്യന്മാരുടെ പേര് പറയുമ്പോഴത്തേന് അതിനകത്ത് ഒന്നാമൻ പത്രോസ് എന്ന് പറയുന്നുണ്ടല്ലോ. അത് അപ്പം പത്രോസിന് ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, പുള്ളി സ്വയം എടുത്ത സ്ഥാനമാണ്, ആരും കൊടുത്തതല്ല. പുള്ളി ഏത് കാര്യത്തിലും അങ്ങ് ചാടി നിൽക്കും, അതുകൊണ്ട് ഉള്ളതാണ്. മനസ്സിലായോ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ അങ്ങ് ആയിപ്പോയത്. അല്ല, പത്രോസിനായിട്ട് പ്രത്യേക സ്ഥാനമൊന്നുമില്ല. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇന്നർ സർക്കിളിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും 3 പേരെ ഒരുമിച്ച് എന്ത് ചെയ്തു? കൊണ്ടുവന്നിരുന്നു. പിന്നെ എന്തെല്ലാം അധികാരങ്ങൾ പത്രോസിന് കൊടുത്തു അതെല്ലാം ശിഷ്യന്മാർക്ക് 12 പേർക്ക് കൊടുത്തിട്ടുണ്ട്. 12 പേര് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൽ 1-ാം വാക്യം വായിക്കൂ, അന്നേരം കറക്റ്റ് മനസ്സിലാവും. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. 2-ാം വാക്യം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത് വഴിയിൽ പൊക്കണം. മതി. ഇതിനകത്ത് എന്തെങ്കിലും ഭാഷയാലിറ്റി ഉണ്ട്? അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും, ലോകത്തിൽ എന്തെല്ലാം ഭൂതങ്ങളുണ്ടോ സകല ഭൂതങ്ങളുടെ മേലും ആ അധികാരം ഈ 12 പേർക്ക് കൊടുത്തു. പത്രോസിന് മാത്രമല്ല, വ്യാധികളെ സൗഖ്യമാക്കാൻ, എല്ലാ വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും കൊടുത്തു, അധികാരം കൊടുത്തു. അന്നേരം പത്രോസിന് മാത്രമാണോ ഈ അധികാരം? 12 പേർക്കും ഉണ്ടല്ലോ. ആമേൻ. Thank you. Okay. The next, the church and the Holy Spirit. സഭയും പരിശുദ്ധാത്മാവും എന്ന വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാനുള്ളതായ 2 മിനിറ്റ് ഞാൻ തരിക. ഈ വിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗരാജ്യത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗരാജ്യത്തിലിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അതുപോലെ 18-ാം അധ്യായം 18-ാം വാക്യത്തിലും അതേ വാക്യമുണ്ട്. ഈ കോൺട്രസ്റ്റ് 2 ഒന്നാണോ അത് 2 2 കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്ന് പറയുന്നു. രണ്ടാമത്തെ കോണ്ടസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തം. പക്ഷെ സാഹചര്യം 2 ആണെങ്കിലും അതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ. പരിശുദ്ധാത്മാവ് സഭയുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊന്ന് പറയാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? ദൈവസഭയും പരിശുദ്ധാത്മാവും എന്ത് പറയാനുണ്ട്? കർത്താവിന്റെ ഉദ്ധാരണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ എന്ന കാര്യസ്ഥനെ അയച്ചു, സഭയെ ഒരുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി. ആ ജോലിയാണ് പരിശുദ്ധാത്മാവെന്ന് ചെയ്യുന്നത്. നിമി സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നതാണ്. ഓക്കെ. നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. ജോയ് പാസ്റ്ററെ,
ആലപ്പുഴയിലെ സഭയും പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം എന്നാ? പി ജോൺ പാസ്റ്ററെ, എന്തെയാണ് സഭയും പരിശുദ്ധാത്മാവും? പറ. ആരും ഒന്നും മിണ്ടുന്നില്ല. രാജേഷ് പാസ്റ്റർ, മദ്രാസിലെ സഭയും പരിശുദ്ധാത്മാവും. സാറേ, പരിശുദ്ധാത്മാവാണ് സഭയെ ഒരുക്കുന്നത് ആമേ. കർത്താവിന്റെ വരവെങ്കിൽ. അത് നമ്മുടെ നിമ്മി സിസ്റ്റർ പറഞ്ഞു. എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. സക്രിയ തോമസ് പാസ്റ്റർ, രാജസ്ഥാനിലെ സഭയും പരിശുദ്ധാത്മാവും. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലേ സഭയ്ക്ക് ജീവനില്ല. വണ്ടർഫുൾ. ഓക്കെ, അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ആരാ പറഞ്ഞേ? ജോൺസനാ. CP ജോൺസൺ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇത് പിന്നെ ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിലും പേരവിടെ കാണണമെന്ന് പറഞ്ഞ എന്താ ഇപ്പൊ മനസ്സിലായല്ലോ? മനസ്സിലായോ? ദൈവസഭയുടെ ജീവൻ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ പോലെ ഇപ്പം ചെടിക്ക് വെള്ളം അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ജീവൻ ഇവിടെ കിടക്കുന്നത് എനിക്ക് മനസ്സിലായി. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഓക്കെ, ഒന്ന് നമ്മുടെ CP പറഞ്ഞ പോലെ ദൈവസഭയുടെ ജീവനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ജീവനുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ജീവനുള്ള എത്ര പേരുണ്ട്? കൈ ഉയർത്തിക്കേ. നമുക്ക് ജീവനുണ്ടെന്ന് പറയാൻ കാരണം നമുക്കൊരാത്മാവുണ്ട്. ശ്വാസമുള്ളൂ. നമ്മൾ ശ്വസിക്കുന്നത് കൊണ്ടാ അല്ലേ? ഒരാൾ അനങ്ങാതെ കിടക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ശ്വാസം എടുക്കുന്നുണ്ടോന്നാ അല്ലേ? സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അനങ്ങാതെ കിടക്കുമ്പോൾ, ഞാൻ പണ്ട് കാലത്ത് കൊച്ചിലെയൊക്കെ എനിക്ക് അറിയത്തില്ല, ഞാൻ ആദ്യം ചെന്ന് നോക്കും, ഇങ്ങനെയൊക്കെ വെച്ച് നോക്കും, ഇങ്ങനെ ശ്വാസം ഉണ്ടോ എന്തോ എന്നൊക്കെ. അത്ര അറിയത്തുള്ളൂ. എന്താ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത് പോലെ ദൈവസഭയുടെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. ആമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ദൈവസഭയ്ക്ക് നിലനിൽപ്പില്ല. ഓക്സിജനെ മാറ്റി നിർത്തി നമുക്ക് നിലനിൽപ്പില്ലാത്തതുപോലെ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി പരിശുദ്ധാത്മാവിനെ അവോയ്ഡ് ചെയ്താൽ പുതിയ നിയമസഭയ്ക്ക് നിലനിൽപ്പില്ല. സ്തോത്രം. എല്ലാ സ്ഥലത്തും ദൈവസഭയുടെ അകമേയുള്ള ജീവനാണ് പരിശുദ്ധാത്മാവ്. എല്ലാ സ്ഥലത്തും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9:31 വായിക്കണം. മനസ്സിരുത്തി എല്ലാവരും കേൾക്കെ അത് ഉറക്കെ വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 9:31. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇത് കേട്ടോ. ഇവിടെ ഒരു 5 കൂട്ടം കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് തരുന്നുണ്ട്. ഒന്ന്, ദൈവസഭയുടെ സമാധാനം പരിശുദ്ധാത്മാവിലാണ്.
സഭകൾക്കൊക്കെ ഒരുപാട് പ്രോസിക്യൂഷനും പ്രതിസന്ധികളും എല്ലാം ഉണ്ടെങ്കിലും അതിനകത്തൊരു സമാധാനം, പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസമാണ്. അന്നേരം ദൈവസഭയുടെ സമാധാനം പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെ മാറ്റിവെച്ചാൽ പിന്നെ സമാധാനമില്ല. രണ്ട്, സഭയുടെ ആത്മീയ വർധന, സ്പിരിച്വൽ എഡിഫിക്കേഷൻ. സഭയുടെ ആത്മീയ വർധന പരിശുദ്ധാത്മാവില. പരിശുദ്ധാത്മാവില്ലാത്തൊരു ആത്മീയ വർധനയില്ലല്ലോ. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയിൽ സമാധാനം കിട്ടിയതും ആത്മീയ വർധന ഉണ്ടായതും പരിശുദ്ധാത്മാവില. മൂന്നാമത് ദൈവഭക്തി. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയിലെ വിശ്വാസികൾക്ക് കർത്താവിനോട് ഭക്തിയുണ്ട്, ദൈവഭക്തിയുണ്ട്. ആദ്യമേ സഹോദരന്മാർ ആരോട് പറഞ്ഞ പോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു, സകല സത്യത്തിലും വഴി നടത്തുന്നു. ഈ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഭക്തി വരുന്നത്. നാം ദൈവഭക്തിയെക്കുറിച്ച് പുതിയ നിയമസഭയുടെ കാര്യമാണ് പറയുന്നത്, പുറത്തെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യന് പല ഭക്തികളുണ്ട്. ഞാൻ മതഭക്തിയല്ല പറയുന്നത്, കർത്താവിനുള്ള ഭക്തിയാണ് പറയുന്നത്. ദൈവത്തോടുള്ള ഭക്തി ഇന്ന് ആത്മീയമണ്ഡലത്തിൽ കുറയുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ലാഞ്ഞിട്ടാണ്. ഇന്ന് ദൈവമേ ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ക്ഷമിക്കാനോ വഹിക്കാനോ മനുഷ്യന് താല്പര്യമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈയെടുക്കുന്ന പെന്തക്കോസ് വിശ്വാസികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ കണ്ണുനീരോടുകൂടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാണ് അവർ രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് ചിരിച്ചോണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായോ? പാപബോധമില്ല. കണ്ണുനീരിന്റെ സ്ഥാനം മാറിപ്പോയി. ദൈവസഭയ്ക്കകത്ത് വന്ന് എത്ര പേര് കരയുന്നുണ്ട്, ദൈവസഭയിൽ എത്ര പേര് കരയുന്നുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് സഭയ്ക്കകത്ത് ഒരാൾ വന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരും. അവിടെയാണ് പാപബോധവും കുറ്റബോധവും ഒക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇന്ന് അങ്ങനൊന്നുമില്ല. പണ്ട് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും പരിമിതി ഉണ്ടായിരുന്നു, വീടില്ലായിരുന്നു, ഒരുപാട് ഞെരുക്കങ്ങളുള്ള സമയത്ത് സ്തോത്രം എല്ലാം ദൈവത്തോട് ചോദിച്ചും കരഞ്ഞും വാങ്ങിച്ച ഒരു കാലഘട്ടമുണ്ട്. ഇന്നെല്ലാം ഉള്ളൂ. സമൃദ്ധി വന്നു കഴിഞ്ഞപ്പം ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞുപോയി, പരിശുദ്ധാത്മാവിന് സ്ഥാനമില്ലാതായി. മനസ്സിലായോ? ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ദൈവസഭയിലെ ദൈവാസന്മാരൊക്കെ പറയുന്ന അന്യഭാഷ പഠിപ്പിക്കുക. നീ ഒന്ന് പറഞ്ഞാൽ അന്യഭാഷ, വേവിച്ചാ പറഞ്ഞ അന്യഭാഷ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ പാസ്റ്റ് പറഞ്ഞ അന്യഭാഷ എന്ന് പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പറയുക. എത്ര പാപമാണെന്നറിയാമോ? തെറ്റാണത്. പറഞ്ഞിട്ട് ചിരിക്കുകയും ചെയ്യും. പറഞ്ഞിട്ട് ചിരിക്കുകയും വളരെ ഡേഞ്ചറാണ്. അതുപോലെ തന്നെ പണ്ടത്തെ ആ സമയത്തൊക്കെ ഒരു പ്രവാചകനെങ്ങാണ് ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്ന എന്തോ പേടിയായിരുന്നു. അതെ, നിശ്ചയമായിട്ടും കറക്റ്റ് കാര്യം പറഞ്ഞേ. മനസ്സിലായോ? അപ്പോൾ അന്തരീക്ഷങ്ങളെല്ലാം മാറിപ്പോയി. ഭക്തിയില്ല. ദൈവസഭയ്ക്കകത്ത് സമാധാനം ഉണ്ടോ? ആത്മീയ വർധന ഉണ്ടോ? ദൈവഭക്തി ഉണ്ടോ? കുറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് നാലാമത് ആത്മീയ പ്രബോധനം. പ്രബോധനം സഭയ്ക്കകത്തുണ്ട്. അത് കുത്തിപ്രസംഗമല്ല. കുറവുകൾ കറക്റ്റ് ചെയ്യുന്ന, തെറ്റുകൾ തിരുത്തപ്പെടുന്ന ആത്മീയ സന്ദേശങ്ങൾ 2 മിനിറ്റും 3 മിനിറ്റും 4 മിനിറ്റും 5 മിനിറ്റും ഒക്കെ ദൈവാസന്മാര് അല്ലെങ്കിൽ ദൈവമക്കളൊക്കെ അതിന് പക്വതയുള്ളവരൊക്കെ സഭയിൽ പ്രബോധിപ്പിക്കുന്ന സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു.
പണ്ടൊരിക്കൽ ചർച്ചിലെ ഒരു മൂപ്പൻ ചില കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അടുത്ത പാസ്റ്റർ പറഞ്ഞു, ഇതൊക്കെ പറയാൻ എന്നെ അവിടെ വെച്ചേക്കുന്നത്, അച്ഛൻ അവിടെ ഇരിക്കാൻ. എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് സഭയ്ക്കകത്ത്. പ്രബോധനമുണ്ട് സഭയ്ക്കകത്ത്, അല്ലേ? പ്രബോധനമുണ്ട്. നമ്മളോടൊക്കെ ആരെങ്കിലും അങ്ങനെ ഒന്ന് പറയണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാം പാസ്റ്റർ തന്നെ പറഞ്ഞു മടുത്തിരിക്കുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ഒരാൾ എഴുതിട്ട് പോയത് നമുക്ക് നല്ലത്. ആത്മീയ പ്രബോധനം. അടുത്തത് ആത്മാക്കളുടെ വിടുതൽ. സഭ പെരുകി എന്നല്ല എഴുതിയേക്കുന്ന, അവിടെ പെരുകിക്കൊണ്ടിരുന്നു, അല്ലേ? ആത്മാക്കളുടെ വിടുതൽ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സഭയ്ക്കകത്ത് പീസ് ഉണ്ട്, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട്, ഗോഡ് ഫിയറിംഗ് ഉണ്ട്, സ്പിരിച്വൽ അക്സോർട്ടേഷൻ ഉണ്ട്, സോൾ ഡെലിവറൻസ് ഉണ്ട്, ആത്മാക്കളുടെ വിടുതലുണ്ട്. സഭയ്ക്ക് സമാധാനമുണ്ട്, ആത്മീയവർത്തനയുണ്ട്, ദൈവഭക്തിയുണ്ട്, ആത്മീയ പ്രബോധനമുണ്ട്, ആത്മാക്കളുടെ വിടുതലുണ്ട്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ദൈവസഭയ്ക്കുള്ള കാര്യം പറയുന്നത്. പി ജോൺ പാസ്റ്റർ ഇത് നിശ്ചയമായിട്ട് സഭയെ പ്രസംഗിക്കണോ? എന്താണ് സഭയെ പറയണോ? ഇത് കേട്ടോ, എല്ലാ ദൈവദാസന്മാരും ഇത് സഭയ്ക്കകത്ത് പറയണം. നിങ്ങൾ കുറിവാക്യമായിട്ട് എടുക്കേണ്ട ആക്ട്സ് ചാപ്റ്റർ 9:31 എടുത്തിട്ട് ഈ കാര്യം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ഇത് പറയണം. സഭ ദൈവസഭയ്ക്കകത്ത് സമാധാനമാണ് വേണ്ടുന്നത്, അല്ലേ? അവിടെ കലക്കോ അടിയല്ല വേണ്ടുന്നത്. ഇതിപ്പോ യൂട്യൂബിലൊക്കെ എടുത്തങ്ങ് ഇട്ടേക്കും ഓരോ കാര്യങ്ങൾ. എന്ത് അപമാനമാണെന്നറിയാവോ? ആത്മീയവർദ്ധനയാ ദൈവസഭയ്ക്ക് വേണ്ടുന്നത്. ദൈവഭയമുള്ള വിശ്വാസികളെ ദൈവത്തിന് ആവശ്യം. ആത്മീയ പ്രബോധനം കൊടുക്കുന്ന ദൈവ മക്കളെ നമുക്ക് ആവശ്യമുണ്ട്. ആത്മാക്കളെ വിടുതലാണ് നമുക്ക് ആവശ്യം. നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവസഭയുടെ ജീവനാണ് പരിശുദ്ധാത്മാവ്. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ കാര്യം പഠിക്കാൻ പോവാണ്. അതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക് ഞാൻ തരികയാണ്. 5 minutes ഷോർട്ട് ബ്രേക്ക്. ആരും പോകല്ലേ, ജസ്റ്റ് ഒരു ടീ ബ്രേക്ക്. ഓക്കെ. പരിശുദ്ധാത്മാവും ദൈവസഭയും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, നമ്മൾ ചിന്തിച്ചു ദൈവസഭയുടെ ജീവനാണ് പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ കാര്യം, സഭയിൽ വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയിൽ വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മുമ്പേ ഓർപ്പിച്ച പരിശുദ്ധാത്മാവിൽ മാത്രമാണ് ദൈവസഭയുടെ വളർച്ചയിരിക്കുന്നത്. എല്ലാ വിശ്വാസികളും MA PhD-ക്കാരായ സഭ വളരത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സഭ വളരത്തും. എല്ലാരും കോടീശ്വരന്മാരായതുകൊണ്ട് സഭ വളരത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സഭ വളരത്തും. എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് സഭ വളരത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സഭ വളരത്തും. അതിന് മുമ്പേ ഓർപ്പിച്ച പോലെ പെന്തക്കോസ് ദിനത്തിൽ ദൈവസഭയിലേക്ക് വന്നത് യഹൂദന്മാരും യഹൂദ മതം ഫോളോ ചെയ്യുന്നവരും ആയിരുന്നു. പിന്നാലെ യഹൂദന്മാർക്ക് സമ്പർക്കമില്ലാതിരുന്ന ശമരിയർ ദൈവസഭയിലേക്ക് വന്നു. അപ്പോസ്തല പ്രവൃത്തി 8:14 മുതൽ 17 വരെയോടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8:14 മുതൽ 17 വരെ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ
ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ആമേൻ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലരൊക്കെ പഠിപ്പിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു, ഇനിയും പ്രത്യേകം പരിശുദ്ധാത്മാവിന്റെ ഒരു ആവശ്യകത ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. പണ്ട് ബ്രദറൻ സഹോദരങ്ങളാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സഹോദരങ്ങൾ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വായിച്ച വാക്യം എല്ലാവരുടെയും ബൈബിളിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് എല്ലാവരും കേൾക്കണം. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ ശ്രദ്ധിച്ചാണ്, അപ്പോസ്തലന്മാര് ശമര്യയിൽ വന്നിട്ട് ശമര്യയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചേ? എന്തിനാ പ്രാർത്ഥിച്ചേ? ആത്മാവ് ലഭിക്കേണ്ടതിന്. ആത്മാവ്. അന്നേരം രക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവ് വന്നെങ്കിൽ സ്നാനപ്പെട്ടപ്പോൾ ആത്മാവെല്ലാം കിട്ടിയെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇവിടെ തെറ്റുപറ്റിയത് നമുക്കാണോ അപ്പോസ്തലന്മാർക്കാണോ? ഇന്ന് അപ്പോസ്തലന്മാരൊക്കെ വലിയ പുള്ളികളായിരുന്നു സഭയിൽ ഇരിക്കുന്നത്, ഒരു രക്ഷയില്ല. ഒന്നുകൂടെ നോക്കിയാ വാക്യം ഒന്ന് നോക്കിക്കേ. അവർ വന്ന് ആത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്തത്, അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അന്നുവരെ ഇവർ ഈ അപ്പോസ്തലന്മാര് വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം വരെ അവിടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല. അടുത്ത വാക്യം, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അതിന് അവർ സ്നാനപ്പെട്ട ആളുകൂടാ അല്ലേ? അവിടുത്തെ ദൈവങ്ങൾ ആരായിരുന്നു? സ്നാനപ്പെട്ടവര്. അന്നേരം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ എന്തു വന്നില്ല? പരിശുദ്ധാത്മാവ് വന്നില്ല. അതുകൊണ്ടല്ലേ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചവൻ പറഞ്ഞത്, സഹോദരന്മാരായ പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ എന്നെ പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിന്, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അങ്ങനെ എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ളവരെല്ലാവരും പ്രാപിച്ചോണം. മനസ്സിലായോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു പഴയ നിയമത്തിൽ നിന്നൊരു സംഭവം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ മോശ മിസ്രൈമിൽ ചെന്നു. അന്നേരം മോശ ഇപ്പൊ ആരുടെ കൂടെ ഉണ്ട്? പറ. ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിലുണ്ട്. 10 ബാധകൾ അയച്ചപ്പോഴും മോശ ആരുടെ ഉണ്ട്? ഇസ്രായേൽ മക്കളുടെ കൂടെ ഉണ്ട്. ചെങ്കടലിന്റെ തീരത്തും ആരുണ്ട്? മോശയുണ്ട് ഇസ്രായേൽ മക്കളുടെ കൂടെ. എന്നാൽ 1 കൊരിന്ത്യർ 10 ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 10 ഒന്നാമത്തെ വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. വായിച്ചോ. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും മോശയോട് ചേർന്നു. എപ്പോഴാ ഒരു മോശയോട് ചേർന്നത്? ഇസ്രായേൽ മക്കൾ സ്നാനമേറ്റു. ഇസ്രായേലിലുള്ളപ്പോ മോശ ഉണ്ടായിരുന്നല്ലോ, അല്ലേ?
ബാധകൾ വന്നപ്പോഴും മോശ ഉണ്ടായിരുന്നല്ലോ. പെസഹാടിനെ അറുത്തപ്പോഴും മോശ ഉണ്ടല്ലോ. ചെങ്കടലിലെ കരയിൽ വന്നപ്പോഴും മോശ ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നേ. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രകാശം തരുന്നത് കൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത്. സ്നാനപ്പെടുവാൻ തക്കവണ്ണം നിയോഗം തരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവെന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. മോശയോട് ചേരണമെങ്കിൽ ഇവിടെ പറഞ്ഞ മോശയോട് ചേർന്നു. നേരത്തെ മോശയുടെ സാന്നിധ്യം അവർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പൂർണ്ണ നിലവാരത്തിൽ വന്നത് എപ്പോഴാണെന്നറിയാമോ? ചെങ്കടൽ കടന്ന് അവര് മരുഭൂമിയിലെത്തിയപ്പോൾ മോശയോട് ചേർന്നു എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് സ്നാനപ്പെടുമെല്ലാം ഉണ്ടെങ്കിലും ആത്മനിറവെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല കമ്മിറ്റ്മെന്റ് വേണം. മനസ്സിലായോ? അതിനൊരു ദാഹം വേണം, അതിനൊരു അനുസരണം വേണം. അല്ലേ? ഇതിന്റെ പ്രത്യേകതയാ. ഓക്കെ, അന്നേരം സഭയിൽ വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇനിയും യോഹന്നാന്റെ ശിഷ്യന്മാരും ദൈവസഭയിലേക്ക് വന്നില്ലേ? അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളുണ്ട്. ഏതാണ്ട് 12 പേര് യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേൾക്കാത്ത ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോഴാണ് പൗലോസ് അവിടെ ചെല്ലുന്നത്. പൗലോസ് ഉൾപ്രദേശം കൊണ്ട് സഞ്ചരിച്ച് കൊരിന്തിൽ കൂടെ എഫെസോസിലെത്തി. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. ഇവിടുത്തെ സംഭവം നമുക്കറിയാം. എഫെസോസ് സഭയുടെ തുടക്കമാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം അവിടെ ആയിത്തീരുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാരും ദൈവസഭയിലേക്ക് വന്നു. പറഞ്ഞു വരുന്നത്, ദൈവ മക്കൾ ഏത് രാജ്യക്കാരാണെങ്കിലും ഏത് ഭാഷക്കാരാണെങ്കിലും ഏത് ട്രൈബൽ മേഖലയിലുള്ളവരാണെങ്കിലും ഇവരെ എല്ലാവരെയും ഒന്നാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവാണ് അവരെ ഒന്നാക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ ജീവനാണ്. യൂണിറ്റി നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. മൂന്നാമത്, ദൈവസഭയുടെ സാക്ഷ്യത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്തിനാ പരിശുദ്ധാത്മാവിന്റെ ദൈവം നമുക്ക് തന്നത്? കർത്താവിന്റെ സാക്ഷിയാകാനല്ലേ. അത് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എന്നെടുത്ത് 4-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 4:33. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ആമേൻ. അന്നേരം ദൈവസഭ സാക്ഷ്യം വഹിക്കേണ്ടതാണ്. നമ്മുടെ ജോലിയാണ് കർത്താവിന്റെ സാക്ഷിയാകുക എന്നുള്ളത്. അന്നേരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടത് നാം ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ്. അതിനാണ് അന്ത്യോക്യ സഭയിൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടന്നപ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇറ്റാലിയ പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ശതാധിപന്റെ വീട്ടിൽ പത്രോസിനെ ദൈവം അയച്ചത് സാക്ഷിയാകാൻ. അപ്പോസ്തലന്മാർക്ക് വചനവും ശക്തിയും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഏതെല്ലാം തിയോളജിക്കൽ സെമിനാറിൽ പഠിച്ചാലും നമുക്ക് അറിവ് കിട്ടും,
ഒത്തിരി നല്ലതാണ്, അത് അത്യാവശ്യമാണെങ്കിലും അതാത് സമയങ്ങളിൽ ശുശ്രൂഷിപ്പാനുള്ളതായ ശക്തിയും വചനവും ഒക്കെ തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എത്രയോ സന്ദർഭങ്ങളിൽ പ്രിപ്പയർ ചെയ്യാതെ യാദൃച്ഛികമായ ചില ഇടങ്ങളിൽ ചെല്ലുമ്പോ പാസ്റ്റർ പ്രസംഗിച്ചാട്ടെന്ന് പറയും. ഒരു ഒരുക്കവും കാണത്തില്ല, ഒരു പ്രതീക്ഷയും കാണത്തില്ല. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ അറിവുകൾക്കപ്പുറത്ത് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 23:11. അപ്പോസ്തലപ്രവൃത്തി 23:11. രാത്രി കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമായിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. മനസ്സിലായോ? യെരൂശലേമിൽ സാക്ഷ്യം വഹിച്ചതുപോലെ പൗലോസ് നീ റോമയിലും സാക്ഷ്യം വഹിക്കണം. നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തു. യു ആർ ചോസൺ. We are chosen for what? To witness for Christ. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? നാലാമത്, പരിശുദ്ധാത്മാവും ദൈവസഭയിൽ ബന്ധം എന്ന് പറഞ്ഞു. നാലാമത്, സഭയുടെ ആരംഭം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവില. പുതിയ നിയമ സഭയുടെ ആരംഭം പരിശുദ്ധാത്മാവില, അല്ലേ? വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 2:1-3 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതൊക്കെയാണ് ആദ്യ നൂറ്റാണ്ടിൽ അനുഭവം എന്ന് പറഞ്ഞത്. ഇതൊക്കെ തന്നെയാണ്. ഇതിനെയൊന്നും ഖണ്ഡിക്കാനൊന്നും ആർക്കും പറ്റിയില്ല. ഇന്നും ആ അനുഭവങ്ങൾ ഉള്ള ഒത്തിരി ദൈവമക്കളുണ്ട്. സഭയുടെ ആരംഭം പരിശുദ്ധാത്മാവിൽ. അവിടെ നമുക്ക് കാണുന്നത് കൊടുങ്കാറ്റും തീയും ഒക്കെ അവിടെ കാണുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ പഠിക്കുകയാണെങ്കിൽ ദൈവസാന്നിധ്യത്തിന് നിഴലായിട്ടാണ് നമ്മൾ ഈ കൊടുങ്കാറ്റിനെയും ഈ മൈറ്റി വിൻഡിനെയും ഫയറിനെയും ഒക്കെ കാണുന്നത്. അന്നേരം പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവെന്ന് പറയുന്നത് ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു. മനസ്സിലായോ? അതർ ടങ്സ്, എല്ലാവരും അന്യഭാഷകൾ എന്ത് ചെയ്തു? സംസാരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു പഠിച്ചെന്നല്ല, കേട്ടു പഠിച്ചെന്നല്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചു. ഇങ്ങനൊക്കെ ഇന്നിപ്പോ അന്യഭാഷയൊക്കെ ആണെങ്കിൽ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. ചില ലീഡേഴ്സ് ഒക്കെ ആണെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുന്നവരുണ്ട്. ഇതൊക്കെ പാപമാണെന്നുള്ള കാര്യമൊന്നും അവർ അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് സാധുക്കളായ വിശ്വാസികൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ആത്മാവ്, ശ്രദ്ധിക്കണം, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. അങ്ങനെയല്ലേ എഴുതിയേ? അങ്ങനെയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ, നിമ്മി സിസ്റ്റർ ഉച്ചരിക്കുന്ന പോലെ ആയിരിക്കില്ല മേഴ്സി ഉച്ചരിക്കുന്നത്. മേഴ്സി ഉച്ചരിക്കുന്ന പോലെ ആയിരിക്കില്ല സൂസൻ ആന്റി ഉച്ചരിക്കുന്നത്. സൂസൻ ആന്റി ഉച്ചരിച്ച് പറയുന്ന പോലെ അല്ല സുജിൻ പറയുന്നത്. ആത്മാവ് അതുകൊണ്ടാണ് വ്യത്യസ്ത കാര്യങ്ങൾ വരുന്നത്. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. പരിശുദ്ധാത്മാവ് വന്നപ്പോ ആദ്യം എന്ത് ചെയ്തു? ആ വീട് മുഴുവൻ അങ്ങ് നിറച്ചു, അല്ലേ? അങ്ങനെ എഴുതിക്കുന്നേ. 3 കാര്യങ്ങളുണ്ട്. വീട് നിറച്ചു, രണ്ടാമത് വീടിനകത്ത് ഇരുന്നവർ നിറഞ്ഞു,
അല്ലേ? നമ്മുടെ ഉള്ളിൽ വെള്ളം നിറഞ്ഞ് നമുക്ക് ഒരു ആറ്റിലോ തോട്ടിലോ ഒക്കെ വീട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വായിന്ന് പുറത്തോട്ട് വരും എന്ന് പറഞ്ഞ പോലെ വീട് നിറയുന്നു, വ്യക്തികൾ നിറയുന്നു, പിന്നെ അവരുടെ വായിൽ നിന്ന് യഹോവയുടെ വൻകാര്യങ്ങൾ ഒഴുകാൻ തുടങ്ങി. എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. ആ തുടങ്ങിയത് ഇന്ന് വരെ നിന്നു പോയിട്ടില്ല. ഒരാമൻ പറയാമോ? തുടങ്ങിയതാ. സ്തോത്രം. പെന്തക്കോസ്ത് തുടങ്ങിയതാ. കർത്താവിന്റെ വരവിലേ നിൽക്കത്തുള്ളൂ. ഒരാമൻ പറഞ്ഞിട്ട്. ചിലർ പറയാണ് നിന്നുപോയെന്നൊക്കെയാ പറയുന്നത്. എവിടെ നിന്നു? പ്രവചനവരം നിന്നു പോവും, ഭാഷാവരം നീങ്ങിപ്പോവും. നിന്നുപോയെന്നില്ലല്ലോ. കർത്താവ് വരുമ്പോ എല്ലാം പോകും. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പിന്നെ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. സ്വർഗത്തിൽ പിന്നെ പ്രവചനം വേണോ? സ്വർഗത്തിൽ പിന്നെ വെളിപ്പാട് വേണോ? സ്വർഗത്തിൽ പിന്നെ ദർശനം വേണോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം ഭൂമിയിൽ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ളതാ. അത് നീങ്ങിപ്പോന്ന് പറഞ്ഞ സത്യമാണ്. അത് എപ്പോഴാണെന്നുകൂടെ പഠിക്കണം. മനസ്സിലായോ? ചില പറയാം അത് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് കൊടുത്തതാണെന്ന്. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് കൊടുക്കുമ്പോൾ 21-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് വേണ്ടായോ? ആത്മീയവർദ്ധന വേണ്ടായോ? അതോ ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ സ്നേഹം? അന്നേരം ഇതൊക്കെ മുടന്തന്നായുധങ്ങൾ പറഞ്ഞ് ദൈവമക്കളെ വഞ്ചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അതിനകത്തൊന്നും നമ്മൾ വീണ് പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവസഭയുടെ ആരംഭം പരിശുദ്ധാത്മാവിലാണ്. ഒരു സംശയം ചോദിക്കട്ടെ? ഭാഷ കലക്കപ്പെട്ടതെന്നാ. ഭൂമിയിൽ ഒരു കാലത്ത് ഒരേ ഭാഷയായിരുന്നു. ഭാഷ കലങ്ങിപ്പോയതെന്നാ. ബാബേൽ ഗോപുരത്തിന്റെ. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം നിങ്ങൾ ഭൂമിയിൽ എല്ലായിടം പോയി പെറ്റ് പെരുകുവിനെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ സ്വർഗത്തോളം എത്തുന്ന വലിയൊരു ഗോവണി ഉണ്ടാക്കി, അല്ല ഒരു ടവർ ഉണ്ടാക്കി. നിങ്ങൾ സമയം പോലെ ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. എല്ലായിടത്തും ഒരേ ഭാഷയായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞത് ലംഘിച്ച് അവർ എന്ത് ചെയ്തു? സ്വർഗത്തോളം എത്തുന്ന വലിയൊരു ഒരു ഗോപുരവും പട്ടണവും ഒക്കെ പണിയാൻ പ്ലാൻ ചെയ്തപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദേവി ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം കലക്കമെന്ന, കൺഫ്യൂഷൻ എന്ന. കലക്കിക്കളഞ്ഞു. ചിതറപ്പെട്ടു പോയി ആളുകൾ. ആ പണിക്ക് വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ ചാന്ത് കൊണ്ടുവരാൻ പറയുമ്പം ഇഷ്ടിക കൊണ്ടുവരും. അങ്ങനെ ആപ്പാടെ അടിച്ചു പിരിഞ്ഞവരല്ല. എന്നാൽ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ അന്യഭാഷകളാണ് സംസാരിച്ചത്. വിവിധ ഭാഷക്കാരെ ഒന്നിപ്പിച്ചു. മനസ്സിലായോ? ദൈവസഭയുടെ അംഗങ്ങളായിട്ട് അവർ മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. നേരം അപ്പോസ്തല പ്രവൃത്തി 2 ജനം അന്യഭാഷയിൽ ഒന്നിക്കുന്നത് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 11 ചിതറപ്പെട്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 2 ജനം ഒന്നിക്കുന്നു. സ്തോത്രം. ഇനിയും പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്ക് വരുന്നവരെ ഏക മനസ്സുള്ളവരാക്കുന്നു. സഭയുടെ ആരംഭം പരിശുദ്ധാത്മാവില്ല. അതിന്റെ സബായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്ക് വന്നവരെ ഏക മനസ്സുള്ളവരായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2 43 മുതൽ 46 വരെ ഒരു 4 പേര് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2 43 മുതൽ 46 വരെ കൂടുതൽ പേര് വായിരെ. ഐ വിൽ ബി കമ്മിങ് ബാക്ക്. എല്ലാവരും വായിച്ചു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന സകലവും പൊതുവകയെന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദിവാലയത്തിൽ
കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വായിക്കണം. രണ്ടുപേരല്ല വായിച്ചുള്ളൂ. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കുന്നവരെ ദിനംപ്രതി ചേർത്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും ഭയമായി. വായിച്ചു. അപ്പസ്തോലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ എന്തിനാ ഇത് കൂടുതൽ വായിപ്പിച്ചതെന്നറിയാം. ഈ അപ്പോസ്തലരുടെ പുസ്തകം നമ്മൾ ശരിക്കും പഠിച്ചാൽ നമുക്ക് ഭയങ്കര യൂണിറ്റി ഉണ്ടാവും, ഐക്യത ഉണ്ടാവും. ആ പദങ്ങൾ വളരെ ശ്രദ്ധിക്കുമ്പോൾ വിശ്വസിച്ചവരുടെ കൂട്ടം, 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെ നിങ്ങൾ സമയം പോലും വായിച്ചു നോക്കണം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സുള്ളവരായിരുന്നു. രണ്ടാമത് അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടിയിരുന്നു. ഏക ഹൃദയമുള്ളവരായിരുന്നു. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഒരപ്പത്തിന്റെ അംശികൾ എന്ന് പറയുമ്പോൾ, വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരർത്ഥം ചെറിയ കാര്യമല്ല. സഹോദരനെന്നും സഹോദരി എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാതൊന്നും പറയുന്നതല്ല. ബന്ധം അത്ര വലുതാണ്. ഷീ ഈസ് മൈ സിസ്റ്റർ, ഷീ ഈസ് മൈ ബ്രദർ പറഞ്ഞാൽ ആ ബ്ലഡ് റിലേഷൻ ആണ് അവിടെ കാണുന്നത്. മനസ്സിലായോ? ഐക്യത. ഇന്ന് യാതൊരു നിരപ്പും വേണ്ട. ഒരു തിരുവത്താഴം എടുക്കാൻ നിരപ്പുമല്ലോ. ഒന്നും വേണ്ട. കൊടുത്തില്ലെങ്കിൽ പാത്രം വലിച്ചെടുത്ത് അങ്ങ് എടുക്കുക. നിരപ്പൊന്നും വേണ്ട. മാറിപ്പോയി. സ്നേഹം നഷ്ടപ്പെടുന്നു. അല്ലേ? സ്നേഹം പോകുന്നു, നഷ്ടപ്പെട്ടു പോവാം. സ്നേഹമില്ല. അത് ഈ പണ്ട് അനുഭവത്തിൽ നിന്നുള്ള ദേവാസന്മാര് പാടിയ പാട്ടൊക്കെ മാറിയിട്ട് ഇപ്പം പാടുന്ന പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. ഒരിക്കലും ഇവിടെ പാടി കാട്ടുമുല്ലയിൽ ലേശം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു മേലാൽ ഇവിടെ പാടിയേക്കള്. എന്തല്ലേ? എന്റെ തൂണിലും തുരുക്കിലും ഒക്കെ ദൈവം ഉണ്ടെന്നൊക്കെ ഹിന്ദുക്കളൊക്കെ പാടുമായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ കാട്ടുമുല്ല നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനാ കർത്താവ് താല്പര്യം. കാട്ടുമുല്ലേ പോയിരിക്കാനോ എന്താന്നറിയത്തില്ല. അങ്ങ് പാടുക. ഇല്ലേ? അനുഭവമില്ല. ഓക്കെ. അന്നേരം നമ്മളിപ്പോൾ ഒരു 4 കാര്യം പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് പഠിച്ചു. എന്താ ആ 4 കാര്യം എന്ന് പറയാമോ? 1, ദൈവസഭയുടെ ജീവനാണ് പരിശുദ്ധാത്മാവ്. 2, സഭയിൽ വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 3,
ദൈവസഭയുടെ സാക്ഷ്യത്തിന്റെ പിന്നിൽ വ്യാപരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നാലാമത്, സഭയുടെ ആരംഭം പരിശുദ്ധാത്മാവിലാണ്. പുതിയ നിയമസഭ പെന്തക്കോസ്ത് ദിനത്തിൽ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവ് എപ്പോൾ ഇവിടുന്ന് പോകുമോ അപ്പോൾ സഭ എടുക്കപ്പെടും. കർത്താവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് സഭ എടുത്തുകൊണ്ട് പോകും. അല്ല, സഭ ഒരുക്കുന്നതല്ലേ. പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇനിയും അടുത്തത് സഭയുടെ ദൈവവചനപരമായ അടയാളങ്ങൾ. നമ്മൾ സഭാശാസ്ത്രം പഠിക്കുന്നത്, അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരിക. സാറേ, ആ മൂന്നാമത്തെ ഒന്നുകൂടെ പറയാമോ? ഇനിയും പറയണേ ഡോളർ വേണം. അതെ, ഈ കൊച്ച് അവര് ഭവന സന്ദർഭത്തിന് പോയി. അപ്പം ഇവിടെ ജസ്റ്റ് ജോക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ദൈവസഭയുടെ സാക്ഷ്യത്തിന്റെ പിന്നിൽ വ്യാപരിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ക്ലാസ് കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ. ഐ ആം സോ ഫ്രീ ടു ടോക്ക്. ഫസ്റ്റ് മുമ്പേ പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയുടെ കാര്യം പറഞ്ഞില്ലേ? ഈ ഒരാള് സംസാരിക്കുന്ന ഭാഷ, അന്യഭാഷ, ആ തുടക്കം മുതൽ, വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് തന്നെ ആയിരിക്കും? വ്യത്യാസം ഉണ്ടാകത്തില്ലേ? വ്യത്യാസം ഉണ്ടാകാൻ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ അതിനുവേണ്ടി നമുക്ക് ദൈവം എന്ത് ചെയ്തു? മാറി മാറി തരും. അത് പറയുമ്പോൾ എൻ്റെ അനുഭവം പറയാം. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ എൻ്റെ ഒരു ടെസ്റ്റ് മണി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താം. നീ ചോദിച്ചതുകൊണ്ട് ഞാൻ 1981 നവംബർ മാസം 16-ാം തീയതിയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ സഭയില് കാത്തിരിപ്പ് യോഗം നടക്കുക. ഇപ്പൊ അങ്ങനെ സഭയിൽ കാത്തിരിപ്പ് യോഗം കുറവാണ്. മറ്റവിടെ 7 ദിവസത്തെ കാത്തിരിപ്പ് യോഗം. മെഴുവേലി, പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഞങ്ങൾ അവിടുത്തെ മെമ്പേഴ്സ് ആയിരുന്നു പണ്ട്. അവിടെ ഒരാഴ്ചത്തെ പിന്നെ കാത്തിരിപ്പ് യോഗം. അതിന് കങ്ങഴ നാനാനുപദേശി അപ്പനും മോനും ശുശ്രൂഷിക്കുന്ന സമയമാണ്. അത് ഇവര് രണ്ടുപേരും അവിടെ വന്ന സമയത്ത് എന്റെ മാവിയുടെ മകൻ അന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഭയങ്കര അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കാനിടയായി. പക്ഷെ അടുത്തിരുന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഭയങ്കര വിഷമമായി. അങ്ങനെ ഒരുപാട് ഭാരമായി. അന്നേരം നമ്മുടെ മാവിയുടെ മോനേക്കാൾ ഞാൻ എന്തോ ദൈവകൃപ ഒന്നും കിട്ടാൻ, ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ദൈവകൃപ ഒന്നും കിട്ടാൻ ഒക്കാത്ത എന്തോ ഇല്ല തടസ്സമോ തെറ്റോ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള നിലയിലേക്കൊക്കെയുള്ള ചിന്തകൾ എന്നെ ഭരിച്ചു. നമ്മൾ അങ്ങനെ അറിയപ്പെട്ട തെറ്റുകളൊന്നും ചെയ്യുന്നവരോ, നമ്മൾ പപ്പ പാസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചതുകൊണ്ട് നമുക്ക് ഈ ലോകപരമായ കാര്യങ്ങളൊന്നും അധികം അറിയത്തുമില്ല. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ പിറ്റേ ദിവസം ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്റെ മാവിയുടെ മകൻ ആത്മാവിൽ നിറഞ്ഞിങ്ങനെ അന്യഭാഷയിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഇത് സത്യമായ ഒരു സംഭവമാണെങ്കിൽ ഇന്ന് എനിക്കത് തരണം എന്ന് ദൈവസനെ പറഞ്ഞു. അങ്ങനെ ഏറിയ വാഞ്ചയോട് ഞാൻ വന്നിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ, ഭയങ്കര തീ കത്തുന്ന ആരാധനയാണ് കേട്ടോ. അതൊക്കെ ഇന്ന് ആ ആരാധനയൊന്നും ഇന്ന് ഒരിടത്തും കാണുന്നേ ഇല്ല. സ്തോത്രം. ഇന്നിപ്പോ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള വർഷിപ്പാണ്. പണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ആരാധന ആയതുകൊണ്ട് ആ ഒരു നിലയായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും ആരാധിക്കുന്നുണ്ട്. ദൈവാസന്മാർ ഓടി തുറന്ന് ഓരോരുത്തർ തലമേൽ കൈവെക്കുന്നുണ്ട്. എല്ലാവരും വെക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പവർ എൻ്റെ മേൽ വരാനിടയായി. അങ്ങനെ ഭയങ്കരമായിട്ട് ദൈവശക്തി എൻ്റെ മേൽ വന്നിട്ട് ഞാൻ ആത്മാവിൽ നിറഞ്ഞ്, ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞു, എനിക്ക് 2 വാക്കേ ദൈവം എനിക്ക് തന്നുള്ളൂ. മനസ്സിലായി? 2 വാക്ക് മാത്രം ദൈവസന്നിധിയിൽ
ഇങ്ങനെ ആവർത്തി പറഞ്ഞു. ഭയങ്കര പവർ, ശക്തി എനിക്ക് അനുഭവപ്പെടാനിടയായി. എന്നാല് മറ്റുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അന്യഭാഷയിൽ പറയുന്നു. നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ഇടയ്ക്ക് ഒരു ആത്മീയ സന്ദേശം പറയാം. 2 വാക്കേ ദൈവം തന്നിട്ടുള്ള എനിക്ക് ഭയങ്കര അർത്ഥമാണെന്നുള്ള കാര്യം മറക്കില്ല കേട്ടോ. ഇപ്പം ബെൽസസർ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ മെനെ മെനെ തെക്കേൽ ഊർബസിൻ എന്ന് എഴുതി. 4 വാക്കെന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷനാ അല്ലേ? ആ പടം 3 വാക്കേ ഉള്ളൂ ഒരർത്ഥത്തിൽ. മെനെ മെനെ അതൊരു വാക്കം ചിന്തിച്ചു. തെക്കേൽ ഊർബസിൻ അതിന്റെ അർത്ഥം ദാനിയേൽ വ്യാഖ്യാനിച്ചപ്പോൾ ഒരു പാരഗ്രാഫായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ദൈവമക്കൾ പറയുന്ന ചെറിയ വാക്കാണെങ്കിലും, ഒരു വാക്കാണെങ്കിലും, 2 വാക്കാണെങ്കിലും, 4 വാക്കാണെങ്കിലും അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ, അത് ദൈവീയ മർമ്മങ്ങളാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യനോടല്ല, ദൈവത്തോട് സംസാരിക്കുന്ന ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. തനിക്ക് താൻ ആത്മീയ വർധന വർത്തുന്നു എന്നാണ്. എന്നിട്ട് ഈ 2 വാക്കിൽ ഞാൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു. ഇങ്ങനെ ഏറിയ നാളുകൾ ഈ 2 വാക്ക് മാത്രമേ എനിക്ക് പറയാൻ ഒക്കുന്നുള്ളൂ. പിന്നെ പറയാൻ പറ്റുന്നില്ല. അന്നേരം എൻ്റെ അമ്മ വീട് കടമ്പനാട് തുവൂരാണ്. തുവൂര്. അന്നേരം എൻ്റെ 2ാമത്തെ അമ്മാച്ചന്റെ മകൻ, അങ്കിളിന്റെ മകൻ, പുള്ളി നന്നായി അന്യഭാഷയിലൊക്കെ ആരാധിക്കുന്നേരം അന്നേരം എനിക്കൊരു ചെറിയൊരു കോംപ്ലക്സ് പോലും വന്നു. ഞാൻ മാത്രം ഈ 2 വാക്കാണല്ലോ പറയുന്നത്, എല്ലാവരും ഒത്തിരി പറയുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാരപ്പെട്ടു. കർത്താവേ, എനിക്ക് അന്യഭാഷയിൽ പാടാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാൻ തന്നെ. എന്നാൽ ഞാൻ അന്യഭാഷയിൽ പാടുന്ന ദൈവങ്ങളെല്ലാം സഭയെ കണ്ടിട്ടുണ്ട്. പാടാനുള്ള കൃപ തരണം. അങ്ങനെ തൂവൂര് ജംഗ്ഷനിലെ ഒരു സാറിന്റെ വീട്ടിൽ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് എന്നെ എൻ്റെ കസിൻ കൊണ്ടുപോയി. ആ മീറ്റിങ്ങിൽ അത് സാധാരണ മീറ്റിംഗ് ആകട്ടോ, കാത്തിരിപ്പിയോ ഉപവാസ പ്രാർത്ഥനയോ ഒന്നും അല്ല, സാധാരണ മീറ്റിംഗ്. പക്ഷെ ആ ചെറിയ കോട്ടേജ് മീറ്റിങ്ങിൽ ദൈവം എന്നെ 2ാമത് ആത്മാവിൽ നിറയ്ക്കാനിടയായി. ആ ആത്മനിറവെന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മാവിൽ പാടാനുള്ള കൃപ ദൈവം. മനസ്സിലായോ? അതായത് ഒരു കാര്യമാണ്, ആത്മസ്നാനം ഒരിക്കലായിട്ടും ആത്മനിറവ് കൂടെയും നാം പ്രാപിച്ചിരിക്കണം. മനസ്സിലായോ? അങ്ങനെ അന്യഭാഷയിൽ ഒരുപാട് പാടാൻ ഇന്നും കർത്താവിന്റെ കൃപയാൽ അന്യഭാഷയിൽ പാടാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്. സ്തോത്രം. ഇതൊന്നും നമ്മളാരും സ്വന്തമായിട്ട് ചെയ്യുന്നില്ല, ദൈവം തരുന്ന. അതുകൊണ്ട് നമ്മളതിന് വാഞ്ച വേണം, ആഗ്രഹം വേണം. അതിനുവേണ്ടി സമയത്ത് വേർതിരിക്കണം. എപ്പോഴാ തരുന്നത്? ചിലപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് തരാം, സഭായുധത്തിന് തരാം, കോട്ടേജ് മീറ്റിംഗ് തരാം, കാത്തിരിപ്പ് യോഗത്തിന്. സമയമൊന്നും നമുക്കറിയത്തില്ല. ഒരുക്കപ്പെട്ടിരുന്നാൽ മതി. സ്തോത്രം. ചിലപ്പോൾ 2 വാക്ക് 4 വാക്കാകാം, 8 വാക്കാകാം. ഇതിനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയായി തീരും. മനസ്സിലായി? അതായത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ 2 വാക്ക് എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. മനസ്സിലായോ? അതൊക്കെ പോയിട്ട് വേറെ ഒരു കൃപയിലേക്ക് ദൈവം കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. സ്തോത്രം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവവചനത്തിന്റെ സഭയുടെ വചനപരമായ അടയാളങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.